ഷംനയിലേക്ക് വീണ്ടും. ഷംന, സംഘർഷാവസ്ഥയുണ്ടോ ഇപ്പോഴവിടെ? ഇപ്പോൾ നമ്മൾ കാണുന്നത് അവിടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ മാത്രമേ ഉള്ളൂ എന്നാണോ? പ്രജിൻ, ഇപ്പോൾ മൂന്ന് അതായത് ഡിവൈഎഫ്ഐ പ്രവർത്തകരും BJP പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഈ മേഖലയിലുണ്ട്. ഡിവൈഎഫ്ഐയും BJPയും ശക്തമായ പ്രതിഷേധവുമായി തന്നെ മുന്നോട്ട് പോകുന്നു. രാഹുലിന്റെ കാർ തടഞ്ഞും വഴി തടഞ്ഞും ഒക്കെ ഉണ്ടാകുന്ന രണ്ട് വഴിയിലാണ് BJP പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും രണ്ട് വഴിയിലായാണ് പ്രതിഷേധിക്കുന്നത്. ഒപ്പം തന്നെ രാഹുലിന് വലിയ പിന്തുണ നൽകി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൂടെ തന്നെ ഉണ്ട്. എന്തായാലും കാര്യങ്ങൾ വലിയ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്നതാണ് സാഹചര്യം. ഈ MLAക്ക് സംരക്ഷണം ഒരുക്കാൻ പോലീസും ഒപ്പം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഉണ്ടെങ്കിൽ പോലും അതൊന്നും വകവയ്ക്കാതെ വളരെ ശക്തമായ ഒരു പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ MLA രഹസ്യമായാണ് എല്ലാ പരിപാടിക്കും പങ്കെടുക്കുന്നത്. നേർക്കുനേർ ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നേർക്കുനേർ നിന്നാണ് ഈ മുദ്രാവാക്യം വിളികളും ഒക്കെ ഇപ്പോൾ നടക്കുന്നത്. അവിടെ ആ മേഖലയിലൊക്കെ ഉള്ള ഒറ്റതിരിഞ്ഞൊക്കെ നിൽക്കുന്ന ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നു, കൂവി വിളിക്കുന്നു. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഷാൾ അണിയിക്കുന്ന ഒരു പ്രവർത്തകൻ അവിടെ. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് പൂർണ്ണ പിന്തുണയാണ് എന്ന് അവിടുത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ പറയുന്നുണ്ട്. അവിടെയാണ് BJPയും ഒപ്പം ഡിവൈഎഫ്ഐയും പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു സംഘർഷാവസ്ഥ ഇപ്പോഴും അവിടെ ഉണ്ട് എന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത്. പ്രകോപന മുദ്രാവാക്യങ്ങളും തൂവിവിളികളും ഒക്കെയായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിൽക്കുന്നു. വലിയ പിന്തുണ നൽകിക്കൊണ്ടാണ് മുദ്രാവാക്യം വിളികളുമായി ഈ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഷംന, നമ്മളിപ്പോൾ കണ്ടതാണ്, അവിടെയൊക്കെ ഒറ്റതിരിഞ്ഞൊക്കെയുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകരുണ്ട്. അവർക്ക് നേരെ കൂടി വിളിക്കുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, മുദ്രാവാക്യം വിളിക്കുന്നു. ഇപ്പോഴും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകോപനമുണ്ടാക്കി ഒരു സാഹചര്യമാണോ അവിടെ? പ്രകോപനമുണ്ടാക്കി ഡിവൈഎഫ്ഐയും BJPയും ഒക്കെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ മറികടന്നുകൊണ്ട് MLA ഇതാ റോഡ് ഉദ്ഘാടനത്തിന് വേണ്ടി എത്തിയിരിക്കുകയാണ്. ഈ പിരായിരി പൂഴികുന്നം റോഡ് MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡാണ്. അതിന്റെ ഉദ്ഘാടനത്തിനാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഡിവൈഎഫ്ഐയും BJPയും ഒക്കെ വലിയ വെല്ലുവിളി നടത്തിയിരുന്നു. ഇതുവരെ MLA പങ്കെടുത്തില്ല. ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്താൽ അത് തീർച്ചയായും തടയും. റോഡ് ഉദ്ഘാടനത്തിനാണ് MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡിന്റെ ഉദ്ഘാടനത്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അവിടെ എത്തിയത്. ഇപ്പോൾ ആ ഉദ്ഘാടനം നടക്കാൻ പോകുന്നു. അവിടെ നാടമുറിച്ച റോഡിന്റെ ഉദ്ഘാടനം MLA നിർവഹിക്കാൻ പോവുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഒപ്പം ഇവിടുത്തെ നാട്ടുകാരും ഒക്കെ തന്നെ വലിയ പിന്തുണയുമായി അവിടെ ഉണ്ട്. ആ ദൃശ്യങ്ങൾ കാണാം. വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ചുമലിലെടുത്ത് വലിയ ആഹ്ലാദവും ഒക്കെയായി ആ സംഘം അങ്ങനെ നീങ്ങുകയാണ്. പുതിയ റോഡ് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. നേരത്തെ കണ്ടതുപോലെ അവിടെ പ്രകോപന മുദ്രാവാക്യവുമായി പ്രതിഷേധ മുദ്രാവാക്യവുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഒരു ഭാഗത്തുണ്ട് എന്നുള്ളതാണ്. അവിടെ തിരികെ എത്തുമ്പോൾ സംഘർഷാവസ്ഥയൊക്കെ ഒഴിവാക്കാൻ പോലീസ് അവിടെ ചില ക്രമീകരണങ്ങളൊക്കെ ഒരുക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോഴും നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണാം, നേരത്തെ നമ്മൾ കണ്ടതാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ കാറ് തടയുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകർ, കരിങ്കൊടി കാണിക്കുന്നു, അതിന് വലിയ മുദ്രാവാക്യങ്ങൾ വിളിച്ച് ഒരു പ്രതിഷേധം അവിടെ ഉണ്ടാക്കുന്നു. ആ സമയത്ത് പോലീസ് ഇടപെട്ട് കാറിനെ മുന്നോട്ട് നീക്കാൻ ശ്രമിച്ചെങ്കിലും വേണ്ട, താൻ പുറത്തേക്കിറങ്ങാമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. എന്നാൽ പോലീസ് ആദ്യഘട്ടത്തിൽ അത് വേണ്ട എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ കാറിൽ നിന്നും ഇറങ്ങി നടക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോഴും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ പ്രവർത്തകർ അവിടെ പിന്തുണയുമായി അവർ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഉണ്ടായിരുന്നു. ഇതാണ് ആദ്യത്തെ ദൃശ്യങ്ങൾ. ഈ രീതിയിലാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ കാർ തടഞ്ഞത്. ഇങ്ങനെയായിരുന്നു പ്രതിഷേധം. പിന്നീട് നമ്മളിപ്പോൾ കാണുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ കാൽനടയായി ഈ റോഡ് ഉദ്ഘാടന സ്ഥലത്തേക്ക് എത്തുകയായിരുന്നു. ഇപ്പോൾ പ്രവർത്തകരുടെ ഒരു വലിയ സംഘം രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണയുമായി അവിടെ ഉണ്ട്. ഷംന തുടരുന്നുണ്ട്. ഷംന, റോഡ് ഉദ്ഘാടനം കഴിഞ്ഞു, ഇനിയിപ്പോൾ പൊതുപരിപാടി വേറെന്തെങ്കിലും ഉണ്ടോ അവിടെ? ഓഡിയോ
വ്യക്തതക്കുറവുണ്ട്. രാഹുൽ മങ്കുടത്തിൽ പ്രതികരിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഒപ്പം തന്നെ അവിടെ റോഡ് ഉദ്ഘാടനത്തിന് ശേഷം അവിടുത്തെ നാട്ടുകാരെയൊക്കെ രാഹുൽ മങ്കുടത്തിൽ അവിടെ പിന്തുണയുമായി ഇല്ല, മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ നിലവിൽ കൂട്ടാക്കിയിട്ടില്ല രാഹുൽ മങ്കുടത്തിൽ. പക്ഷേ ഒരു പ്രതികരണം ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്. ആദ്യമായിട്ടാണ് രാഹുൽ മങ്കുടത്തിനെതിരെ ഇങ്ങനെ ഒരു പരസ്യ പ്രതിഷേധം ഡിവൈഎഫ്ഐ ബിജെപിയും ഒക്കെ ഈ രീതിയിൽ നടത്തുന്നത് എന്നുള്ളതാണ്. കാർ തടഞ്ഞുള്ള പ്രതിഷേധം, ഒപ്പം തന്നെ കരിങ്കൊടി കാണിച്ചുള്ള പ്രതിഷേധം. നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്, ഇങ്ങനെ ഫ്ലക്സ് ഒക്കെ അടിച്ച് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുകയാണെങ്കിൽ എന്തായാലും രാഹുൽ മങ്കുടത്തിലിനെ തടയുമെന്ന് നേരത്തെ ഡിവൈഎഫ്ഐ ബിജെപിയും വ്യക്തമാക്കിയതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നിങ്ങളാ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പരിപാടി നടക്കട്ടെ. മേഖലയിൽ ഇപ്പോൾ ഏതായാലും ഈ റോഡിന്റെ ഉദ്ഘാടന പരിപാടിയിലേക്ക് രാഹുൽ മങ്കുടത്തിന്റെ പ്രതികരണത്തിനായി ശ്രമിച്ചെങ്കിൽ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. ഒരു പരിപാടി നടക്കുകയല്ലേ, ആ പരിപാടി കഴിയട്ടെ, അതിനുശേഷം പ്രതികരിക്കാം എന്നാണ് രാഹുൽ മങ്കുടത്തിൽ MLA പറഞ്ഞിരിക്കുന്നത്. റോഡ് ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു. നാടൻ മുറിച്ച റോഡ് ഉദ്ഘാടനം കഴിഞ്ഞു. അതിന് പിന്നാലെയുള്ള പൊതുപരിപാടിയാണ്. ആ ചടങ്ങിലേക്ക് ഇപ്പോൾ കടക്കുകയാണ്. അവിടെ പ്രസംഗമുണ്ടാകും സ്വാഭാവികമായും. അതിനുശേഷമായിരിക്കും മാധ്യമങ്ങളോട് പ്രതികരിക്കുക എന്നാണ് രാഹുൽ മങ്കുടത്തിൽ തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയത്. മാധ്യമപ്രവർത്തകരോട് പിന്നീട് കാണാം എന്ന് പറയുകയായിരുന്നു രാഹുൽ മങ്കുടത്തിൽ ചെയ്തത്. ഇപ്പോഴും സംഘർഷാവസ്ഥ പൂർണ്ണമായും അവിടെ ഒഴിഞ്ഞു എന്ന് കരുതാൻ കഴിയില്ല. കാരണം നേരത്തെ നടന്നു വന്ന വഴികളിലൊക്കെ തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും BJP പ്രവർത്തകരും ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ഷംന, നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അവിടെ ആ ചടങ്ങ് ഇപ്പോൾ നടക്കുന്നു. മാധ്യമങ്ങളോട് പിന്നീട് പ്രതികരിക്കാം എന്നാണ് പറഞ്ഞത് അല്ലേ? അതെ പ്രജിൻ, ഇപ്പോൾ പരിപാടി നടക്കാൻ പോവുകയാണ്. റോഡ് ഉദ്ഘാടനം ഔദ്യോഗികമായി നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഉദ്ഘാടന ചടങ്ങിന് ശേഷം സംസാരിക്കാമെന്നാണ് രാഹുൽ മങ്കുടത്തിൽ MLA അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ ജനപിന്തുണയോടുകൂടി, വലിയ പാർട്ടി പ്രവർത്തകരുടെ വലിയ പിന്തുണയോടുകൂടി തന്നെയാണ് ഈ പ്രതിഷേധങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട് മറികടന്നുകൊണ്ട് രാഹുൽ എത്തിയത്. ഈ റോഡിലിറങ്ങി കാർ തടഞ്ഞപ്പോൾ ഡിവൈഎഫ്ഐ BJP പ്രവർത്തകർ കാർ തടഞ്ഞപ്പോൾ കാറിൽ നിന്നും ഇറങ്ങി ഈ കാൽനടയായിട്ട് തന്നെയാണ് ഈ റോഡിലെത്തിയത്. ഒപ്പം പ്രവർത്തകരെ ഓരോരുത്തരുടെയും വീട്ടിൽ കയറി കണ്ട് വലിയ രീതിയിൽ നമ്മൾ കണ്ടതാണ് ഈ വിവാദങ്ങൾക്കിടെ രാഹുൽ ആദ്യമായി മണ്ഡലത്തിലെത്തിയപ്പോൾ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഓരോ വീടുകളിലും കയറി ഇറങ്ങിയാണ് രാഹുൽ എത്തിയത്. എന്തായാലും MLA ഫണ്ട് ഉപയോഗിച്ച റോഡ് അത് ഉദ്ഘാടനം നിർവഹിക്കാൻ രാഹുൽ എത്തുന്നു. അത് നേരത്തെ തന്നെ പല പൊതുപരിപാടികളിലും പങ്കെടുത്ത സമയത്തൊക്കെ ഈ രഹസ്യമായി എത്തുന്നത് കൊണ്ടാണ് തടയാൻ കഴിയാത്ത ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാത്തത്. മറിച്ച് പരസ്യമായി രാഹുൽ എല്ലാവരെയും അറിയിച്ചു വരാൻ രാഹുലിന് ധൈര്യമുണ്ടെങ്കിൽ ഒരു MLA എന്ന നിലയിൽ പങ്കെടുക്കാൻ അങ്ങനെ കഴിയുമെങ്കിൽ അത് തീർച്ചയായും തടയുമെന്ന് BJPയും ഡിവൈഎഫ്ഐയും ഒക്കെ നേരത്തെ തന്നെ വെല്ലുവിളി നടത്തിയിരുന്നു. ആ വെല്ലുവിളികളൊക്കെ മറികടന്നുകൊണ്ട് തന്നെ രാഹുൽ ഇപ്പോൾ ഔദ്യോഗികമായി എല്ലാവരെയും അറിയിച്ച് പരസ്യമായി തന്നെ മണ്ഡലത്തിലെത്തി ഒരു ഔദ്യോഗിക പരിപാടി ഉദ്ഘാടനം ചെയ്യുകയാണ്. പ്രജിൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.